പുതിയ കേടെക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫ്രേസൽ വെർബ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. പരീക്ഷയ്ക്ക് സാധാരണ കേട്ടറ്റ് പരീക്ഷകൾക്ക് 1-2 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഫ്രേസൽ വെർബ് എന്നുള്ളത്. അപ്പൊ നമുക്കത് എന്താണ് ഫ്രേസൽ വെർബ്, എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഫ്രേസൽ വെർബ് എന്നുള്ളത് എന്താണെന്ന് നോക്കാം. എന്താണ് ഫ്രേസൽ വെർബ്? നമുക്കറിയാം, വെർബ് എന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഫ്രേസൽ വെർബ് എന്ന് ചിലർ കേട്ടിട്ടുണ്ടാവാം, കേൾക്കാത്തവരും ഉണ്ടാവാം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഫ്രേസൽ വെർബ് എന്നുള്ളത് നോക്കാം. അതായത് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബ് അല്ലെങ്കിൽ ഒരു ക്രിയ, അതിനോടൊപ്പം ഒരു പ്രിപ്പോസിഷൻ കൂടി ചേരുമ്പോൾ രൂപം കൊള്ളുന്ന പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ആഡ്വെർബ് അല്ലെങ്കിൽ ക്രിയാവിശേഷണം, ഇത് കൂടി ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പദമാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ് ഈ ഫ്രേസ്. പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ആഡ്വെർബ് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാക്കാണ് ഈ പറഞ്ഞ ഫ്രേസ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുട്ട് ഓൺ. അപ്പൊ ഇവിടെ 2 വാക്കുകളാണ്, പുട്ട് എന്നുള്ള ഒരു വെർബും അല്ലെങ്കിൽ ഒരു ക്രിയയും, അതുപോലെ തന്നെ ഓൺ എന്ന് പറഞ്ഞ ഒരു പ്രപ്പോസിഷനും ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്കറിയാം, പുട്ട് എന്ന വാക്കിനെ എന്താ പറയാ, നമുക്കറിയാം വയ്ക്കുക അല്ലെങ്കിൽ ഇടുക എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പോ പിന്നെ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മുകളിൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, മുകളിൽ വയ്ക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ അതിന്റെ വാക്കിന്റെ അർത്ഥം എടുക്കുമ്പോൾ. പക്ഷെ ഇത് ഫ്രേസൽ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് പറയാ, പുട്ടോൺ എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, നമുക്കത് ധരിക്കുക എന്നുള്ള ഒരു മീനിങ്ങിലേക്കാണ് അത് മാറുന്നത്. നമ്മൾ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നുണ്ട്. അപ്പൊ അതായത് ഒരു വെർബും ഒരു പ്രപ്പോസിഷനും കൂടി വരുമ്പോൾ രണ്ടും കൂടി ചേരുമ്പോഴാണ് ഫ്രേസൽ വെർബ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം വ്യത്യസ്തമായ ഒരു അർത്ഥമായിരിക്കും അത് രൂപം കൊള്ളുന്നത്. അതായത് ഈ 2 പദത്തിന്റെയും അർത്ഥമായിരിക്കില്ല അതിനുണ്ടാവുക. ഈ വെർബും പ്രിപ്പോസിഷനും കൂടി ചേരുമ്പോൾ അവിടെ വേറൊരു മീനിങ് അല്ലെങ്കിൽ വേറൊരു അർത്ഥം രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഏതാനും ചില ഫ്രേസൽ വെർബുകൾ നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്. പുട്ട് ഓൺ, അതുപോലെ തന്നെ കം അപ്പ് വിത്ത്, പിന്നെ കോൾ ഓൺ, അതുപോലെ തന്നെ സെറ്റ് എസൈഡ്, അങ്ങനെ 3-4 നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പറയാ, കോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൾ ഓൺ. നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കോളൂ. കോൾ ഓൺ, കോൾ എന്ന് പറഞ്ഞാൽ എന്താ, വിളിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു മുകളിൽ എന്നാണ്. അപ്പൊ മുകളിൽ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇതിന്റെ അർത്ഥം വരുന്നത്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ നമ്മള് കോൾ എന്ന പദത്തിന്റെ അർത്ഥം വിളിക്കുക എന്നും ഓൺ എന്ന പദത്തിന്റെ അർത്ഥം മുകളിൽ എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇതൊരു ഫ്രേസൽ വെർബ് ആയി കഴിയുമ്പോൾ അതിന്റെ മീനിങ് മാറുകയാണ്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതിനാണ് നമ്മൾ കോൾ ഓൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വെർബും ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ആഡ്വെർബും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പദമാണ് ഫ്രേസൽ വെർബ്. നമുക്ക് ഫ്രേസൽ വെർബ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്ക് പരീക്ഷയ്ക്ക് ഫ്രേസൽ വെർബ് എന്താണെന്നൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഇതിന്റെ യൂസേജ് ആണ് കൂടുതലായിട്ടും നമുക്ക് പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഓരോ ഫ്രേസൽ വെർബുകളും അതിന്റെ ഉപയോഗവും അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം, ആദ്യം നമ്മൾ ലുക്ക് എന്ന് പറഞ്ഞൊരു വെർബ്, അതിന്റെ കൂടെ ചില പ്രിപ്പോസിഷൻസ് കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന ഫ്രേസൽ വെർബുകൾ ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ ലുക്ക്, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ലുക്ക് എബൌട്ട് അല്ലെങ്കിൽ ലുക്ക് ഫോർ. അപ്പൊ ലുക്ക് എബൌട്ട്, അതായത് ലുക്ക് എന്നുള്ള ക്രിയയുടെ ഒപ്പം എബൌട്ട് എന്ന അല്ലെങ്കിൽ ഫോർ, ഈ 2 പ്രപ്പോസിഷനുകൾ കൂടി ചേരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക, അവിടെ അതിന്റെ അർത്ഥം എന്താണ് സംഭവിക്കുക, അതുപോലെ തന്നെ അത് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് ആദ്യം ലുക്ക് എബൌട്ട് അല്ലെങ്കിൽ ലുക്ക് ഫോർ, രണ്ടും മീനിങ് സെയിം തന്നെയാണ്. ടു സെർച്ച് അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അതായത് ലുക്ക് എബൌട്ട് അല്ലെങ്കിൽ ലുക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടു സെർച്ച് അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അന്വേഷിക്കുമല്ലോ, അപ്പൊ അതിന് അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് ലുക്ക് അബൌട്ട് അല്ലെങ്കിൽ ലുക്ക് ഫോർ. രണ്ടിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ടു സെർച്ച് അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് രണ്ടിന്റെയും മീനിങ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ആം ലുക്കിംഗ് അബൌട്ട് മൈ പെൻ. ഞാൻ എന്റെ പേന അന്വേഷിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ അന്വേഷിക്കുകയാണെന്ന് പറയാം. അതുപോലെ തന്നെ മൈ മദർ ഹാസ് ലുക്ക്ഡ് ഫോർ ദ പാന്റ് ബട്ട് ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ്. അതായത് എന്റെ അമ്മ ആ പാന്റ് അന്വേഷിക്കുകയായിരുന്നു, പക്ഷെ അവൾക്ക് അത് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മള് അന്വേഷിക്കുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക എന്നുള്ള മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ലുക്ക് അബൌട്ട് അല്ലെങ്കിൽ ലുക്ക് ഫോർ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലുക്ക് ഫോർ യൂസ് ചെയ്യാം. അപ്പൊ എന്താ പറയാ, ഐ ആം ലുക്കിംഗ് ഫോർ മൈ പെൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഐ ആം ലുക്കിംഗ് അബൌട്ട് മൈ പെൻ എന്ന് പറഞ്ഞാലും രണ്ടും മീനിങ് ഒന്ന് തന്നെയാണ്, അന്വേഷിക്കുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. മൈ മദർ ഹാസ് ലുക്ക്ഡ് അബൌട്ട് ദ പാന്റ്, ലുക്ക്ഡ് അബൌട്ട് ഫോർ ദ പാന്റ് ബട്ട് ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞാലും അതും ശരിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ. ലുക്ക് അബൌട്ട് അല്ലെങ്കിൽ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ടു സെർച്ച് അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ലുക്ക് വെച്ചിട്ടുള്ള അടുത്തൊരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. അടുത്ത് നോക്കാം നമുക്ക് ലുക്ക് ആഫ്റ്റർ എന്നുള്ളതാണ്. അടുത്തൊരു ഫ്രേസൽ വെർബാണ് ലുക്ക് ആഫ്റ്റർ. അതിന്റെ ഇംഗ്ലീഷിൽ മീനിങ് നമ്മൾ പറയുമ്പോൾ ടു ടേക്ക് കെയർ ഓഫ് സംതിങ് ഓർ സംബൺ. അതായത് ആരെങ്കിലും നമ്മൾ പരിചരിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷിക്കുക. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ അവരുടെ വാർദ്ധക്യത്തിന് നമ്മൾ പരിചരിക്കും അല്ലെങ്കിൽ ശുശ്രൂഷിക്കും. അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ പരിചരിക്കും. അതുപോലെ രോഗാവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികളെ പരിചരിക്കുന്നു. അപ്പൊ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് കിട്ടുന്ന ഫ്രേസൽ വെർബാണ് ഈ ലുക്ക് ആഫ്റ്റർ എന്നുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ നമ്മളെ മീനിങ് എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടു ടേക്ക് കെയർ ഓഫ് സംതിങ് ഓർ സംവൺ. ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ പരിചരിക്കുക, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് ലുക്ക് ആഫ്റ്റർ എന്നുള്ളത്. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇതൊക്കെ നമ്മൾ ഉദാഹരണം വഴിയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് കൂടുതലായിട്ടും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വി ഷുഡ് ലുക്ക് ആഫ്റ്റർ പേരൻസ് ഇൻ ദെയർ ഓൾഡ് ഏജ്. അതായത് നമ്മുടെ മാതാപിതാക്കളുടെ അവരുടെ വാർദ്ധക്യത്തില് നമ്മൾ എന്ത് ചെയ്യണം, അവരെ പരിചരിക്കണം അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കണം എന്നാണ് പറയട്ടെ. അപ്പൊ നമുക്ക് പരീക്ഷകളിൽ ഇത് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, വി ഷുഡ് ഡാഷ് പേരൻസ് ഇൻ ദെയർ ഓൾഡ് ഏജ്. അടുത്ത് ലുക്ക് ആഫ്റ്റർ, ലുക്ക് ഓൺ, ലുക്ക് അറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഉത്തരങ്ങളായിട്ട് അവിടെ വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ലുക്ക് ആഫ്റ്റർ എന്നുള്ള പദത്തിന്റെ. അപ്പൊ ഇതിന്റെ മീനിങ് എന്നുള്ളത് പരിചരിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷിക്കുക. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയോ നമ്മൾ പരിചരിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷിക്കുക, അതിനെയാണ് നമ്മൾ ലുക്ക് ആഫ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം മനസ്സിലാക്കി വെച്ചേക്കാം. വി ഷുഡ് ലുക്ക് ആഫ്റ്റർ പേരൻസ് ഇൻ ദെയർ ഓൾഡ് ഏജ്. അടുത്ത് നമുക്ക് ലുക്ക് വെച്ചിട്ടുള്ള മൂന്നാമത്തെ ഒരു ഫ്രേസൽ വെർബ് നോക്കാം. ലുക്ക് ഡൗൺ ഓൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ അപ്പോൺ. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ലുക്ക് ഡൗൺ ഓൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ അപ്പോൺ. അതിന്റെ ഇംഗ്ലീഷിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിഗാർഡ് ആസ് ഇൻഫീരിയർ. അതായത് തരം താഴ്ത്തുക. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, തരം താഴ്ത്തി സംസാരിക്കും. ചില ആളുകൾ സംസാരിക്കില്ലേ ഇങ്ങനെ, എന്താ പറയാ, തരം താഴ്ത്തി മറ്റുള്ളവരെ അവഹേളിച്ചൊക്കെ സംസാരിക്കില്ലേ, അങ്ങനെ ഒരു മീനിങ്. നമ്മൾ ആ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. ആളുകളെ ഒരു വ്യക്തി അവിടെ അവഹേളിക്കുന്നത് പോലെ ഒരു ഇതാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, ഈ ലുക്ക് ഡൗൺ ഓൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം താഴ്ത്തുക എന്നാണ്. ഒരു വ്യക്തിയെ നമ്മള് അവഹേളിച്ച് അല്ലെങ്കിൽ തരം താഴ്ത്തി സംസാരിക്കുക, അതിനാണ് നമ്മൾ ലുക്ക് ഡൗൺ ഓൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറയാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹി ലുക്സ് ഡൗൺ ഓൺ എവരിവൺ ഹു ഡസന്റ് ബിലോങ്സ് ടു ഹിസ് കമ്മ്യൂണിറ്റി. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മ്യൂണിറ്റിയില് പെടാത്ത എല്ലാ വ്യക്തികളെയും അയാൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു, അവൻ തരം താഴ്ത്തി കാണുമെന്ന്. അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിറ്റി, അദ്ദേഹത്തിന്റെ ഒരു സമുദായത്തിലെ പെടാത്ത വ്യക്തികളെ എല്ലാം അദ്ദേഹം അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു, തരം താഴ്ത്തിയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തെയോ ഒക്കെ തരം താഴ്ത്തി പറയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഈ പറഞ്ഞ ലുക്ക് ഡൗൺ ഓൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ അപ്പോൺ എന്നുള്ളത്.
ലുക്ക് ഡൗൺ അപ്പോൺ എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ പിക്ചർ നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഒരാള് അദ്ദേഹത്തെക്കാൾ ചെറിയ ആളുകളെ അദ്ദേഹം അവിടെ തരം താഴ്ച സംസാരിക്കുന്നത് പോലെ ഒരു ഏകദേശം ഒരു രൂപത്തിലാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലുക്ക് ഡൗൺ എന്നുള്ളതിന്റെ ലുക്ക് ഡൗൺ ഓൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ അപ്പോൺ എന്നുള്ളതിന്റെ മീനിങ് ആണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് അടുത്തൊരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. അത് ലുക്ക് ഫോർവേഡ് ടു ആന്റിസിപ്പേറ്റ് പ്ലസന്റ്ലി എന്നാണ് കേട്ടോ. അതായത് നമ്മൾ എന്താ പറയാ, സന്തോഷത്തോടു കൂടി എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എന്താ പറയാ, നമ്മളൊരു പരീക്ഷയൊക്കെ എഴുതിയിട്ട് അതിന്റെ റിസൾട്ടിനെയൊക്കെ നമ്മൾ കാത്തിരിക്കുമല്ലോ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇനി കേട്ടറ്റിന്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഫലം വരുന്നത് അല്ലെങ്കിൽ ആ റിസൾട്ട് വരുന്നതോട് നമ്മൾ എന്താ പറയാ, സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സന്തോഷത്തോടു കൂടി അതിന്റെ ആ ഒരു ഫലം വരുന്നത് നമ്മൾ കാത്തിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവര് വരുന്നത് നമ്മൾ സന്തോഷത്തോടു കൂടി കാത്തിരിക്കില്ലേ. അവരിപ്പോ നാളെ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വേണ്ടിയിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി കാത്തിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ടു ആന്റിസിപ്പേറ്റ് പ്ലസന്റ്ലി, സന്തോഷത്തോടു കൂടി എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കാത്തിരിക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ആ സുരേഷ് ഹാസ് പെർഫോംഡ് വെൽ ഇൻ ഇന്റർവ്യൂ. അതായത് സുരേഷ് എന്ന് പറഞ്ഞ ആള് ഇന്റർവ്യൂ നല്ല രീതിയിൽ അദ്ദേഹം അതിൽ പങ്കെടുത്തു. he is looking forward to positive response from company. അപ്പൊ അദ്ദേഹം ആ കമ്പനിയിൽ നിന്ന്, ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്, അതായത് അദ്ദേഹത്തിന് ജോലി കിട്ടും എന്നുള്ള ഒരു ആ ഒരു വിശ്വാസത്തിൽ അത് പ്രതീക്ഷിച്ച് അദ്ദേഹം ഇരിക്കുകയാണ്. കാരണം അദ്ദേഹം നല്ല രീതിയിൽ ആ ഇന്റർവ്യൂവിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ കാത്തിരിക്കുക എന്നുള്ള ഒരു രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലുക്ക് ഫോർവേഡ് ടു എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ ഉപയോഗിക്കട്ടോ. അതായത് ടു ആന്റിസിപ്പേറ്റ് പ്ലസന്റ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സന്തോഷപൂർവ്വം അത് പ്രതീക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ അത് അവിടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. ആ സുരേഷ് ഹാസ് പെർഫോംഡ് വെൽ ഇൻ ഇന്റർവ്യൂ, ഹി ഈസ് ഡാഷ് ടു പോസിറ്റീവ് റെസ്പോൺസ് ഫ്രം കമ്പനി. എന്നിട്ട് ലുക്ക് ഫോർവേഡ് ടു ഉണ്ടാവും, ലുക്ക് ആഫ്റ്റർ ഉണ്ടാവും, ലുക്ക് അറ്റ് ഉണ്ടാവും, ലുക്ക് ഓൺ ഉണ്ടാവും. അങ്ങനെ 4 ഉത്തരങ്ങളായിരിക്കും നിങ്ങൾക്ക് തരാം. അപ്പൊ അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ ലുക്ക് ഫോർവേഡ് ടു ആയിരിക്കും. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു മീനിങ്ങിന് അർത്ഥം വരുന്നത് ഈ ലുക്ക് ഫോർവേഡ് ടു തന്നെയാണ്. നമുക്ക് അടുത്ത ഒരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. അടുത്ത നമുക്കറിയാം ലുക്ക് ഇൻടു. നമ്മൾ നോക്കിയേ, ടു ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ്, അതായത് അന്വേഷിക്കുക. ലുക്ക് ഇൻടു എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥമാണ് ടു ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷിക്കുക. നോക്കിയേ, നമ്മൾ ആ പിക്ചർ നോക്കിയേ, ഒരു വ്യക്തി അദ്ദേഹം എന്തൊക്കെയോ സാധനം അന്വേഷിച്ചു നടക്കുകയാണ്. നമുക്ക് ആ പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും, എന്തോ കീപ്പോട്ട് നോക്കി എന്തൊക്കെയോ ഒരു വസ്തു അന്വേഷിച്ചു നടക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ലുക്ക് ഇൻടു എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥം ടു ഇൻവെസ്റ്റിഗേറ്റ് അല്ലെങ്കിൽ അന്വേഷിക്കുക. എന്തെങ്കിലും സാധനം അന്വേഷിക്കുന്നതിന് നമുക്ക് പറയാം ലുക്ക് ഇൻടു. ഒരു ഉദാഹരണം നോക്കാം. ദ പോലീസ് ആർ ലുക്കിംഗ് ഇൻടു കേസ് ഓണസ്റ്റ്ലി. അതായത് നമ്മുടെ പോലീസ് എന്ത് ചെയ്യുന്നു, ഏതോ ഒരു കേസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കുകയാണ്. അവർ അന്വേഷിക്കുന്നു, പോലീസാണല്ലോ കൂടുതൽ ഈ പോലീസ് അങ്ങനെയുള്ള അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് നമ്മൾ ഈ ലുക്ക് ഇൻടു എന്നുള്ളത് വരാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു അന്വേഷിക്കുകയാണെങ്കിലും ഈ പറഞ്ഞത് ഉപയോഗിക്കും. അതിനും ഈ സെയിം മീനിങ് അനുസരിച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ലുക്സ് ഇൻടു ഹെർ ഡ്രസ് എന്ന് പറയാം. അപ്പൊ അതൊക്കെ ശരിയാണ്. അവൻ അവന്റെ വസ്ത്രം അന്വേഷിക്കുകയാണ് എന്ന് പറയാം, അത് ശരിയാണ്. അപ്പൊ നമുക്കിവിടെ ലുക്ക് ഇൻടു എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് അന്വേഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണമാണ് ദ പോലീസ് ആർ ലുക്കിംഗ് ഇൻടു കേസ് ഓണസ്റ്റ്ലി. അതായത് ഓണസ്റ്റ്ലി അവര് കേസ് അന്വേഷിക്കുന്നു, പോലീസ്. അപ്പൊ അവിടെ ആ അന്വേഷിക്കുക എന്നുള്ള മീനിങ് കിട്ടും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ദ പോലീസ് ആർ ഡാഷ് കേസ് ഓണസ്റ്റ്ലി എന്ന് പറയും. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞോളാം ലുക്ക് ആഫ്റ്റർ, ലുക്ക് അറ്റ്, ലുക്ക് ഓൺ, ലുക്ക് ഇൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ആൻസർ ആയിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കാം ലുക്ക് ഇൻടു എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥം ടു ഇൻവെസ്റ്റിഗേറ്റ് അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇനി അടുത്തൊരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. അടുത്തത് ലുക്ക് ഓവർ ആണ്. ലുക്ക് ഓവർ എന്താണത്? ടു എക്സാമിൻ. അതും ഈ പറഞ്ഞോളം പരിശോധിക്കുക എന്നുള്ള ഒരു മീനിങ് തന്നെയാണ്. അപ്പൊ എന്താ പറയാ, ലുക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സാമിൻ അല്ലെങ്കിൽ
പരിശോധിക്കുക. ഉദാഹരണം നോക്കിയേ, ടീച്ചേഴ്സ് ലുക്ക് ഓവർ ആൻസർ ഷീറ്റ് കെയർഫുള്ളി ബിഫോർ സബ്മിറ്റിംഗ് ടു എക്സാം സെല്ല്. അതായത് എക്സാം സെല്ലില് സമർപ്പിക്കുന്നതിന് മുന്നേ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്ന പറയാ, ആ ഉത്തരക്കടലാസുകള് വളരെ കൃത്യമായിട്ട് അവര് പരിശോധിക്കും. എന്നിട്ട് മാത്രമേ ഇവിടെ സബ്മിറ്റ് ചെയ്യുള്ളൂ, എക്സാം സെല്ലിലേക്ക് സമർപ്പിക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ആ പരിശോധിക്കുക, ആ ആൻസർ ഷീറ്റ് പരിശോധിക്കുക എന്നുള്ള ഒരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ലുക്ക് ഓവർ എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുക. അപ്പൊ ലുക്ക് ഓവർ എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു എക്സാമിൻ അല്ലെങ്കിൽ പരിശോധിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. ടീച്ചേഴ്സ് ലുക്ക് ഓവർ ആൻസർ ഷീറ്റ് കെയർഫുള്ളി ബിഫോർ സബ്മിറ്റിംഗ് ടു എക്സാം സെല്ല്. അതായത് എക്സാം സെല്ലിൽ സമർപ്പിക്കുന്നതിന് മുന്നേ ടീച്ചർമാര് ആ ആൻസർ ഷീറ്റ്, ആ ഉത്തരക്കടലാസുകള് വളരെ കൃത്യമായിട്ട് അവര് പരിശോധിക്കുകയാണെന്നാണ് അവിടെ മീനിങ് ആയിട്ട് വരുന്നത്. നമുക്കിനി അടുത്തൊരു ഫ്രേസൽ വെർബ് നോക്കാം. അടുത്തത് മേക്ക് ഫോർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലുക്കിന്റെ ഏറെക്കുറെ വരാൻ സാധ്യതയുള്ള ഒരു 6 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നമ്മൾ നോക്കുന്നത് മേക്ക് എന്നുള്ള ക്രിയയുടെ ഒപ്പം ചില പ്രപ്പോസിഷൻസ് വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മീനിങ്ങുകളാണ് നമ്മൾ നോക്കുക. അപ്പൊ ലുക്കിന്റെ നമ്മൾ 6 പറഞ്ഞു കഴിഞ്ഞു. ലുക്കിന്റെ കൂടെ പല പല പ്രപ്പോസിഷൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഫ്രേസൽ വെർബുകളും അതിന്റെ അർത്ഥവും അതിന്റെ ഉദാഹരണങ്ങൾ 1-2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത, അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിച്ച് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോവാം. നമ്മൾ ആ പറഞ്ഞ 6 അതായത് ലുക്ക് അബൌട്ട് അല്ലെങ്കിൽ ലുക്ക് ഫോർ എന്നുള്ളത് സെർച്ച് അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചരിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ ലുക്ക് ഡൗൺ ഓൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാ, തരം താഴ്ത്തുക എന്നുള്ളതാണ്. അടുത്ത ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആന്റിസിപ്പേറ്റ് പ്ലസന്റ്ലി, സന്തോഷത്തോടു കൂടി എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ലുക്ക് ഇൻടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ്. അതുപോലെ തന്നെ ലുക്ക് ഓവർ എന്നുള്ളത് ടു എക്സാമിൻ അല്ലെങ്കിൽ പരിശോധിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. അടുത്ത ക്രിയയുടെ അല്ലെങ്കിൽ അടുത്ത വെർബിന്റെ ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. ഇനി നമ്മൾ നോക്കുന്നത് മേക്ക് എന്നുള്ള വെർബാണ്. മേക്ക് എന്നുള്ള വെർബാണ്. നമുക്കറിയാം മേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി. അപ്പൊ വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വാക്കിന്റെ അർത്ഥം മേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ളത്, ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നുള്ളതാണ്. അപ്പൊ നമുക്കിത് ഈ 2 വാക്കുകളും കൂടി കൂടിച്ചേരുമ്പോ മേക്ക് ഫോർ എന്നുള്ള ഒരു ഫ്രേസൽ വെർബായിട്ട് മാറാണ്. അപ്പൊ അതിന്റെ അർത്ഥം മാറി. അപ്പൊ അതിന്റെ അർത്ഥം മാറി ടു റിസൾട്ട് ഇൻ അല്ലെങ്കിൽ ടു കോസ്. അതായത് മേക്ക് ഫോർ എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥം ടു റിസൾട്ട് ഇൻ അല്ലെങ്കിൽ ടു കോസ്, അതായത് എന്തിന്റെയെങ്കിലും ഒക്കെ ഫലമായിട്ട് അല്ലെങ്കിൽ കാരണമായി വരിക. അത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയോടെ അത് മനസ്സിലാവും. നമ്മൾ അതിന്റെ ഉദാഹരണം നോക്കാം. ദ ലോ ക്വാളിറ്റി ഓഫ് സർവീസ് മെയ്ഡ് ഫോർ ഫെയിലിയർ ഓഫ് പ്രോജക്റ്റ്. അതായത് ആ പ്രോജക്റ്റിന്റെ പരാജയത്തിന് കാരണം, അതിന്റെ കാരണമായി തീർന്നത് എന്തായിരുന്നു? ആ ലോ ക്വാളിറ്റിയാണ്. ആ സേവനത്തിലുണ്ടായ ലോ ക്വാളിറ്റി, അതാണ് എന്തിന് കാരണമായിട്ട് തീർന്നത്? ഈ പറഞ്ഞ ആ പ്രോജക്റ്റിന്റെ പരാജയത്തിന് കാരണമായി തീർന്നത്. അപ്പൊ അങ്ങനെ എന്തിന്റെങ്കിലും ഒക്കെ ഫലമായിട്ട് അല്ലെങ്കിൽ കാരണമായിട്ടൊക്കെ വരിക. ഇപ്പൊ എന്താ പറയാ, നമ്മൾ നന്നായിട്ട് പഠിക്കാതിരുന്നതിന്റെ കാരണമായിട്ട് അല്ലെങ്കിൽ ഫലമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ മേക്ക് ഫോർ എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു റിസൾട്ട് ഇൻ അല്ലെങ്കിൽ ടു കോസ്, എന്തിന്റെയെങ്കിലും ഒക്കെ ഫലമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാരണമായിട്ട് വരിക എന്നുള്ളതാണ്. നമ്മളെ എക്സാമ്പിൾ മനസ്സിലാക്കി വെച്ചേക്കാം. ദ ലോ ക്വാളിറ്റി ഓഫ് സർവീസ് മെയ്ഡ് ഫോർ. അവിടെ മേക്ക് എന്നുള്ളതിന് നമുക്ക് മെയ്ഡ് അതിന്റെ V2 V3 ഫോം ഒക്കെ ഉപയോഗിക്കും. അത് ആ ടെൻസ് ചേഞ്ച് ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെ മീനിങ് ഒക്കെ സെയിം തന്നെയാണ്. ദ ലോ ക്വാളിറ്റി ഓഫ് സർവീസ് മെയ്ഡ് ഫോർ, നമ്മുടെ മേക്ക് ഫോർ എന്ന് പറയാം, അത് മെയ്ഡ് ഫോർ എന്ന് പറയും. അപ്പൊ ദ ലോ ക്വാളിറ്റി ഓഫ് സർവീസ് മെയ്ഡ് ഫോർ ഫെയിലിയർ ഓഫ് പ്രോജക്ട്. ആ പ്രോജക്റ്റിന്റെ പരാജയത്തിന്റെ കാരണം എന്താണ്? ആ സർവീസിനുണ്ടായ അതിലെ ക്വാളിറ്റി, അതിന്റെ ആ ഒരു ഗുണമേന്മയ്ക്കുണ്ടായ കുറവാണ് ആ പ്രോജക്റ്റ് പരാജയപ്പെടാനുള്ള കാരണം. അപ്പൊ മേക്ക് ഫോർ എന്നുള്ളതിന്റെ അർത്ഥം എന്തിന്റെയെങ്കിലും ഒക്കെ കാരണമായി തീരുക അല്ലെങ്കിൽ കാരണമായി വരിക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത് നമുക്കറിയാം മേക്ക് വെച്ചിട്ടുള്ള അടുത്തൊരു ഫ്രേസൽ വെർബാണ് മേക്ക് ഔട്ട്. അപ്പൊ മേക്കിന്റെ കൂടെ നമ്മൾ ഔട്ട് എന്നുള്ള യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്നതാണ് എന്താണ്? മേക്ക് ഔട്ട്. അതിന്റെ അർത്ഥം എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ മേക്ക് ഔട്ട് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊരു കാര്യം
നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് എന്തിന്റെ അർത്ഥം. ഈ മേക്ക് ഔട്ട് എന്നുള്ള ഈ ഫ്രേസൽ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുക. അതായത് നമുക്ക് ഉദാഹരണം നോക്കാം. ദ മാനേജർ ഈസ് ട്രൈയിങ് ടു മേക്ക് ഔട്ട് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രോജക്ട് പ്രപ്പോസ്ഡ് ബൈ മീ. അതായത് ഞാൻ മുന്നോട്ട് വെച്ച ആ പുതിയ പ്രോജക്റ്റിന്റെ ആശയത്തെ മനസ്സിലാക്കാൻ ആര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്? ആ മാനേജർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് വരിക. ദ മാനേജർ ഈസ് ട്രൈയിങ് ടു മേക്ക് ഔട്ട് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രോജക്ട് പ്രപ്പോസ്ഡ് ബൈ മീ. അതായത് ഞാൻ മുന്നോട്ട് വെച്ച ആ ഒരു പുതിയ പ്രോജക്റ്റിന്റെ ആശയത്തെ മനസ്സിലാക്കാൻ, ആ ആശയം എന്താണെന്ന് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആ മാനേജർ എന്ത് ചെയ്യാണ്? അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുക. അപ്പൊ നമ്മൾ അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഫ്രേസൽ വെർബ് എന്നുള്ളത് മേക്ക് ഔട്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. അടുത്ത നമുക്ക് പുൾ എന്നുള്ള ഒരു ഫ്രേസൽ വെർബാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. പുൾ എന്നുള്ള ഒരു ക്രിയയുടെ ഒപ്പം വരുന്ന ഫ്രേസൽ വെർബ്. അപ്പൊ നമുക്കറിയാം പുള്ളപ്പ്. പുള്ളപ്പ് എന്താണ് പുള്ളപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ക്രിട്ടിസൈസ് ആണ്. അതായത് ആരെങ്കിലും വിമർശിക്കുക. ചില ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണത്, എന്തിനേയും ഏതിനേയും വിമർശിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ പുള്ളപ്പ് എന്നുള്ള ഒരു ഫ്രേസൽ വെർബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒന്നിനെ വിമർശിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിമർശിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ഉദാഹരണം നോക്കിയേ. മൈ അങ്കിൾ ഈസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് പുള്ളിങ് അപ്പ് അതേഴ്സ് വിത്തൗട്ട് എനി റീസൺ. വിത്തൗട്ട് എനി റീസൺ. അത് അതിനകത്ത് വിത്തൗട്ട് റീസൺ എനി എന്നാണ് പറഞ്ഞത്. അത് ജസ്റ്റ് ഒരു കറക്ഷൻ ഉണ്ട്. വിത്തൗട്ട് എനി റീസൺ. വിത്തൗട്ട് എനി റീസൺ. അതായത് അങ്ങനെ നമുക്ക് തിരിച്ചു വായിക്കണം. മൈ അങ്കിൾ ഈസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് പുള്ളിങ് അപ്പ് അതേഴ്സ് വിത്തൗട്ട് എനി റീസൺ. അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ആളുകളെ വിമർശിക്കുക എന്നുള്ള ഒരു ശീലം ആർക്കുണ്ട്? എന്റെ അമ്മാവനുണ്ടെന്ന്, എന്റെ അങ്കിളിനുണ്ടെന്ന്. അതാണ്. അപ്പൊ അവിടെ പുള്ളപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥം വിമർശിക്കുക, അല്ലെങ്കിൽ ഒരാളെ വിമർശിക്കുക എന്നുള്ളതാണ്. അപ്പൊ മൈ അങ്കിൾ ഈസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് പുള്ളിങ് അപ്പ് അതേഴ്സ് വിത്തൗട്ട് എനി റീസൺ. പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നും ഇല്ലാണ്ട് ആളുകളെ വിമർശിക്കുക എന്നുള്ള ഒരു ശീലം എന്റെ അങ്കിളിന് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പരാമർശിക്കുന്നത്. നമുക്കിനി അടുത്തൊരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. അത് പുട്ട് അക്രോസ് എന്നുള്ളതാണ്. അപ്പൊ പുട്ട് അക്രോസ് എന്താണെന്ന് നോക്കാം. ടു കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി ആണ്. അതായത് വിജയകരമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുക. അതായത് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക, അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആശയം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പങ്കുവെക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. പാകിസ്ഥാൻ ആൻഡ് ചൈന പുട്ട് അക്രോസ് ഓൺ ദ ഇഷ്യൂ ഓഫ് ദെയർ ന്യൂ അപ്കമിംഗ് പ്രോജക്ട്. അതായത് പാകിസ്ഥാനും ചൈനയും തമ്മിൽ അവരുടെ ആ വരാൻ പോകുന്ന പുതിയ പദ്ധതിയെ കുറിച്ച് എന്ത് ചെയ്തു? വിജയകരമായിട്ട് അവർ ചർച്ച ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പരസ്പരം കൈമാറി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുട്ട് അക്രോസ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി, അല്ലെങ്കിൽ ഒരാശയം നല്ല രീതിയിൽ കൈമാറ്റം ചെയ്യുക, അല്ലെങ്കിൽ വിജയകരമായിട്ട് ഒരു ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് പുട്ട് അക്രോസ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ ആൻഡ് ചൈന പുട്ട് അക്രോസ് ഓൺ ദ ഇഷ്യൂ ഓഫ് ദെയർ ന്യൂ അപ്കമിംഗ് പ്രോജക്ട്. അവരുടെ വരാനിരിക്കുന്ന ആ പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് പാകിസ്ഥാനും ചൈനയും നല്ല രീതിയിൽ ഒരു ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് അടുത്ത ഒരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. പുട്ട് എസൈഡ് എന്നുള്ളതാണ് കേട്ടോ. പുട്ട് എസൈഡ്. അതായത് അതിന് രണ്ട് മീനിങ് നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. രണ്ട് രീതിയിൽ അത് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ടു സേവ് ഫോർ ഫ്യൂച്ചർ, അതായത് ഭാവിയിലേക്ക് കരുതി വെക്കുക എന്നുള്ള ഒരു രീതിയിലും അത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ടു അവോയ്ഡ്, എന്തെങ്കിലും ഒഴിവാക്കുക, എന്തെങ്കിലും ഒരു ദുശീലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ, എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പുട്ട് എസൈഡ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് ഉദാഹരണം നോക്കാം. ടു പുട്ട് എസൈഡ് ഡ്രഗ്സ് ഫോർ അവർ ബെറ്റർ ഹെൽത്ത്. നമ്മൾ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ഒഴിവാക്കണം? ഡ്രഗ്സ്, ലഹരി വസ്തുക്കള്, അല്ലെങ്കിൽ മയക്കുമരുന്ന് അതുപോലെയുള്ള വസ്തുക്കൾ നമ്മൾ ഒഴിവാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഒഴിവാക്കേണ്ടത്? നമ്മുടെ നല്ലൊരു ആരോഗ്യത്തിന്, മെച്ചപ്പെട്ട ഒരു ആരോഗ്യം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഒഴിവാക്കുക. അപ്പൊ ഇവിടെ ഒഴിവാക്കുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് അത് വരുന്നത്. ടു പുട്ട് എസൈഡ്
ഇവിടെ പുട്ട് സൈഡ് എന്നുള്ള വാക്ക് ആ ഫ്രേസിൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഒഴിവാക്കുക, അതായത് ഡ്രഗ്സ്, ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക. എന്തിനു വേണ്ടി? നമ്മുടെ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടി, നമുക്ക് നല്ലൊരു ആരോഗ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ഒരു എന്താ പറയാ, ഭാവിയിലേക്ക് കരുതി വെക്കുക എന്നുള്ള ഒരു മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസഡ് ടു പുട്ട് അസൈഡ് സം മണി ബൈ അവർ പേരൻസ്. അതായത് നമ്മുടെ പേരൻസ് നമ്മളോട് ഉപദേശിക്കും. എന്ത് ഉപദേശിക്കും? കുറച്ച് പണം നമ്മൾ കരുതി വെക്കണം. നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഭാവിയിൽ നമ്മുടെ മക്കളെ വളർത്താനും നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പണം കരുതി വെക്കണമെന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഉപദേശിക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഭാവിയിലേക്ക് കരുതി വെക്കുക എന്നുള്ളൊരു സെൻസിലാണ് അവിടെ ആ പുട്ട് അസൈഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ഒഴിവാക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ്. അപ്പൊ ഈ രണ്ട് കേസിലും ഈ പുട്ട് അസൈഡ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ അതിന്റെ ആ മീനിങ് അല്ലെങ്കിൽ ആ സെന്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത ഒരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. അടുത്ത പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഈ പുട്ട് അപ്പ് വിത്ത് എന്നുള്ളത്. ടു ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് എന്താണ്? ടോളറേറ്റ് ക്ഷമിക്കുക. ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. അതായത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പൊ പുട്ട് അപ്പ് വിത്ത് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് ടു ടോളറേറ്റ് അല്ലെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് ഉദാഹരണം നോക്കാം. വി ഷുഡ് നെവർ പുട്ട് അപ്പ് വിത്ത് റോങ് ഡൂയിങ്സ് ഓഫ് അൺസോഷ്യൽ എലമെന്റ്സ്. അതായത് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള ചെയ്തികളെ നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. അതായത് സാമൂഹ്യ വിരുദ്ധമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചെയ്തികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് വി ഷുഡ് നെവർ പുട്ട് അപ്പ് വിത്ത്, നമുക്ക് ഒരിക്കലും സാധിക്കില്ല, നമുക്ക് നെവർ കഴിയില്ല. എന്ത്? ഈ റോങ് ഡൂയിങ് ഓഫ് അൺസോഷ്യൽ എലമെന്റ്സ്, അതായത് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള തെറ്റായിട്ടുള്ള ചെയ്തികളെ നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. ആർക്കും സാധിക്കില്ല അത്. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ പുട്ട് അപ്പ് വിത്ത് എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ഷമിക്കുക അല്ലെങ്കിൽ പൊറുക്കുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു മീനിങ്ങിലാണ്. അപ്പൊ ടു ടോളറേറ്റ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ സാധാരണ ഇത് ചോദിക്കാറ് പുട്ട് അപ്പ് വിത്ത് എന്നതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുക. അപ്പൊ ടു ടോളറേറ്റ് എന്നുള്ള വാക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അത് പലതവണ കേട്ടറ്റ് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് കൂടിയാണ് ഇത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോട്ടോ. അപ്പൊ പുട്ട് അപ്പ് വിത്ത് ടു ടോളറേറ്റ്. നമുക്ക് അടുത്തത് നോക്കാം. പുട്ട് ഫോർത്ത്. പുട്ട് ഫോർത്ത് എന്താണ്? പുട്ട് ഫോർത്ത് എന്ന് നോക്കാം. ടു റിക്വസ്റ്റ്, അതായത് അപേക്ഷിക്കുക അല്ലെങ്കിൽ ഒരു ആശയം മുന്നോട്ട് വെക്കുക. എന്തെങ്കിലും ഒരു ആശയം ആരെങ്കിലും മുന്നോട്ട് വെക്കുമല്ലോ. അപ്പൊ ഒരു ആശയം മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ ടു റിക്വസ്റ്റ് അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്നൊക്കെ പറയും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ആളുകളോട് അപേക്ഷിക്കൂലേ. നമ്മൾ അപേക്ഷിക്കും, നമുക്ക് എന്നത് തരാമോ അല്ലെങ്കിൽ ഇത് ചെയ്തു തരാമോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ അപേക്ഷിക്കുക അല്ലെങ്കിൽ യാചിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സെൻസിൽ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ പുട്ട് ഫോർത്ത് എന്നുള്ളത്. ടു റിക്വസ്റ്റ്, അതായത് അപേക്ഷിക്കുക അല്ലെങ്കിൽ ഒരു ആശയം മുന്നോട്ട് വെക്കുക. അങ്ങനെ രണ്ട് സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, അതിന് ഉദാഹരണം നോക്കാം. വി ഹാഡ് പുട്ട് ഫോർത്ത് ടു അതോറിറ്റി ടു കൺസിഡർ അവർ ആപ്ലിക്കേഷൻ ഫസ്റ്റ്. നമ്മുടെ അപേക്ഷ ആദ്യം പരിഗണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അപേക്ഷിച്ചു. ആരോട്? ആ പറഞ്ഞ അതോറിറ്റിയോട്. ആ അതോറിറ്റിയോട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അപേക്ഷ ആദ്യം പരിഗണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിച്ചു. അപ്പൊ അങ്ങനെ അവിടെ അപേക്ഷിക്കുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മളിവിടെ ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു ആശയം മുന്നോട്ട് വെക്കുക എന്നുള്ള ഒരു മീനിങ്ങിലും നമ്മൾ ഈ പറഞ്ഞ ഇത് പുട്ട് ഫോർത്ത് എന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ ഭരണഘടന എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം.എൻ. റോയി. അപ്പൊ അദ്ദേഹം ആ ഒരു ആശയം മുന്നോട്ട് വെച്ചു. അപ്പൊ എം.എൻ. റോയി പുട്ട് ഫോർത്ത് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമുക്ക് അവിടെ പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഈ പറഞ്ഞ പുട്ട് ഫോർത്ത് എന്നുള്ളത്. റിക്വസ്റ്റ് എന്നുള്ളതാണ് ഓർത്തത്. ഇനി നമുക്ക് അടുത്തൊരു ഫ്രേസൽ വെർബാണ് പുട്ട് ടുഗദർ. പുട്ട് ടുഗദർ അതായത് അവിടെ നമ്മള് രണ്ട് സെൻസിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. പുട്ട് ടുഗദർ എന്നുള്ളത് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ടു പുട്ട് സംവൺ ഇൻ ട്രബിൾ, ആരെങ്കിലും ഒരാളെ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കുക അല്ലെങ്കിൽ ഒരു കുഴി കൊണ്ടുപോയി ചാടിക്കുക എന്നുള്ള ഒരു സെൻസിൽ നമ്മൾ പുട്ട് ടുഗദർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ടു ക്രിയേറ്റ് ഓർ കൺസ്ട്രക്ട്, എന്തെങ്കിലും നിർമ്മിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുക, സൃഷ്ടിക്കുക, അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പുട്ട് ടുഗദർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ഒരു വ്യക്തിയെ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കുക എന്നുള്ള ഒരു സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും നിർമ്മിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഈ പുട്ട് ടുഗദർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, അതിന്റെ ഉദാഹരണം നോക്കാം.
ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു പുസ്തകത്തിൽ കൊണ്ടുപോയി ചാടിക്കുക എന്നുള്ള ഒരു സെൻസിൽ എങ്ങനെ പുട്ട് ടുഗദർ ഉപയോഗിക്കാൻ നോക്കാം. നോക്കാം, റീന ഓൾവേസ് പുട്സ് ടുഗദർ മീ വിത്ത് ഹെയർ പ്രാങ്ക്സ്. നമുക്കറിയാം പ്രാങ്ക്സ് ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് നമ്മള് കാണാറുണ്ട്. ഒരു വ്യക്തിയെ കളിയാക്കി അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെ ഒരു സംഭവമാണ് ഈ പ്രാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റീന ഓൾവേസ് പുട്ട് ടുഗദർ മീ, റീന എന്നെ എപ്പോഴും അവളുടെ ആ പ്രാങ്ക് ചെയ്ത് അവൾ എന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അവള് പ്രാങ്ക് ചെയ്യും, പക്ഷെ എന്തെങ്കിലും പ്രശ്നം വരുന്നത് ഞാനാണ് അതിന്റെ എന്ത് ചെയ്യുന്നത്, ഇത് അനുഭവിക്കുന്നത്. അവളുടെ ആ ഒരു പ്രശ്നത്തിൽ എന്നെ കൊണ്ടുപോയി ചാടിക്കും. അതായത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചില പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ചില കെണികളിലൊക്കെ നമ്മളെ കൊണ്ടുപോയി ചാടിക്കില്ലേ എന്ന് പറയുന്നത് പോലെ റീന ഓൾവേസ് പുട്സ് ടുഗദർ മീ വിത്ത് ഹെയർ പ്രാങ്ക്സ്. അവള് പ്രാങ്ക് ചെയ്യും, പക്ഷെ പ്രശ്നത്തിൽ പോയി ചാടുന്നത് ഞാനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പുട്സ് ടുഗദർ എന്നുള്ള ഇത്. ഇനി അതുപോലെ തന്നെ ടു രണ്ടാമത്തെ ഒരു സെൻസ് ആണ് ടു ക്രിയേറ്റ് ഓർ കൺസ്ട്രക്ട് എന്നുള്ളത്. അതായത് എന്തെങ്കിലും നിർമ്മിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സൃഷ്ടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പുട്ട് ടുഗദർ എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം അതവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ദ മാനേജർ ഹാസ് പുട്ട് ടുഗദർ സെപ്പറേറ്റഡ് ടീം ഫോർ എവറി ടാസ്ക്. അതായത് എല്ലാ ജോലികൾക്കും വേണ്ടിയിട്ട് മാനേജർ എന്ത് ചെയ്യുന്നു, പുതിയൊരു ടീമിനെ ഓരോ ടീമിനെ വിധം സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു മാനേജർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ജോലി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജോലികൾക്കും എവറി ടാസ്കിനും എല്ലാ ആ ജോലികൾക്ക് വേണ്ടിയിട്ട് മാനേജർ എന്ത് ചെയ്യാണ്, ഒരു പുതിയ പുതിയ ടീമുകളെ ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ആ ജോലിയുടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ആ മാനേജർ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ദ മാനേജർ ഹാസ് ഡാഷ് സെപ്പറേറ്റ് ടീം ഫോർ എവറി ടാസ്ക് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുക. എന്നിട്ട് അതിന്റെ ഉത്തരത്തില് പുട്ടോൺ, പുട്ടറ്റ്, പുട്ടിൻ, അതുപോലെ പുട്ട് ടുഗദർ എന്നൊക്കെ കാണും. നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. പുട്ട് ടുഗദർ എന്നുള്ളത് എന്റെ മീനിങ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. അടുത്ത പുട്ട് ഡൗൺ ആണ്. പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ എന്താണ് പുട്ട് ഡൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു സപ്രസ് ഓർ ക്രിട്ടിസൈസ്, അതായത് അടിച്ചമർത്തുക അല്ലെങ്കിൽ വിമർശിക്കുക എന്നൊക്കെ പറയാം. അപ്പൊ പുട്ട് ഡൗൺ എന്നുള്ളതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ വിമർശിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി. ദ മെറ്റിൽ കിങ് പുട്ട് ഡൗൺ ഹിസ് എനിമി ബ്രേവ്ലി. അതായത് ആ ഭീരുവായ രാജാവ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ശത്രുക്കളെ ധൈര്യപൂർവ്വം അടിച്ചമർത്തിയിരുന്നു. ദ മെറ്റിൽ കിങ് പുട്ട് ഡൗൺ ഹിസ് എനിമി ബ്രേവ്ലി. ആ ഭീരുവായ ആ രാജാവ് അദ്ദേഹത്തിന്റെ ശത്രുക്കളെ അടിച്ചമർത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ വിമർശിക്കുക എന്നുള്ള മീനിങ്ങിലാണ് സാധാരണഗതിയിൽ അടിച്ചമർത്തുക എന്നുള്ള സെൻസിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു സപ്രസ് ഓർ ക്രിട്ടിസൈസ്. നമുക്കറിയാം ഹിറ്റ്ലർ ജൂതന്മാരെ അടിച്ചമർത്തി എന്ന് പറയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സെൻസിലൊക്കെ നമ്മൾ പറയുന്നതാണ് ഈ പറഞ്ഞ പുട്ട് ഡൗൺ എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. മെറ്റിൽ കിങ് പുട്ട് ഡൗൺ ഹിസ് എനിമി ബ്രേവ്ലി, അതായത് ആ ഭീരുവായ രാജാവ് അദ്ദേഹത്തിന്റെ ശത്രുക്കളെ ധീരതയോടുകൂടി അടിച്ചമർത്തി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ടു പോസ്റ്റ്പോൺ എന്നാണ് കേട്ടോ. ടു പോസ്റ്റ്പോൺ അതായത് നീട്ടിവെക്കുക. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ശീലമാണ് ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യുക എന്ന് പറയാം. അതായത് നീട്ടിവെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പൊ പുട്ട് ഓഫ് എന്നുള്ളതിന്റെ മീനിങ് ടു പോസ്റ്റ്പോൺ ആണ് കേട്ടോ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ഫ്രേസൽ വെർബാണ് ഈ പുട്ട് ഓഫ് എന്നുള്ളത്. അതായത് ടു പോസ്റ്റ്പോൺ ആണ്, അതായത് നീട്ടിവെക്കുക, എന്തെങ്കിലും ഒരു കാര്യം മാറ്റിവെക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നുള്ളതാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സുനിൽ ഹാഡ് ടു പുട്ട് ഓഫ് ഹിസ് ഹോളിഡേ ട്രിപ്പ് ഡ്യൂ ടു ഹിസ് ഷെഡ്യൂൾ ഓഫ് ഓഫീസ്. അതായത് സുനിൽ എന്ത് ചെയ്തു, സുനിലൊരു ട്രിപ്പ് ഹോളിഡേ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഓഫീസിലെ തിരക്കുകൾ മൂലം, ബിസി ആയിട്ടുള്ള ആ തിരക്ക് മൂലം എന്ത് ചെയ്തു, അദ്ദേഹം ആ ട്രിപ്പ് എന്ത് ചെയ്തു, പുട്ട് ഓഫ് ചെയ്തു അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയാം, മാറ്റിവെച്ചു. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഇന്ന് ക്ലാസ്സിന് പലർക്കും കയറാൻ പറ്റില്ല. അവരുടെ വീട്ടിലെ എന്തെങ്കിലും തിരക്കുകളോ കാര്യങ്ങളൊക്കെ ഉള്ളവർ ചിലപ്പോൾ കയറാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ നീട്ടി വെച്ചു അല്ലെങ്കിൽ മാറ്റി വെച്ചു എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പുട്ട് ഓഫ്. അപ്പൊ പുട്ട് ഓഫ് അതിന്റെ മീനിങ് ആണ് ടു പോസ്റ്റ്പോൺ എന്നുള്ളതാണ്, അതായത് നീട്ടി വെക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. എക്സാമ്പിൾ മനസ്സിലാക്കിയിരിക്കുക. സുനിൽ ഹാഡ് പുട്ട് ഓഫ് ഹിസ് ഹോളിഡേ ട്രിപ്പ് ഡ്യൂ ടു ബിസി ഷെഡ്യൂൾ ഓഫ് ഓഫീസ്. സുനിൽ അദ്ദേഹത്തിന്റെ ആ ഒരു എന്ത് ചെയ്തു, ഹോളിഡേ ട്രിപ്പ് അത് മാറ്റിവെച്ചു അല്ലെങ്കിൽ നീട്ടിവെച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു ബിസി ആയിട്ടുള്ള ഓഫീസിലെ തിരക്ക് മൂലം മാറ്റിവെച്ചു എന്നുള്ളത് രീതിയിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ഒരു മനസ്സിലാക്കാം. അടുത്ത പുട്ടോൺ ആണ് കേട്ടോ. പുട്ടോൺ എന്താണ് പുട്ടോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു പുട്ടോൺ.
ടു വിയർ ക്ലോത്ത്സ്, അതായത് വസ്ത്രം ധരിക്കുക. നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കാറുണ്ട്. അങ്ങനെ ആ വസ്ത്രം ധരിക്കുന്നതിന് പറഞ്ഞാണ് ഈ പുട്ടോൺ എന്നാണ് പറയുക. അതായത് വസ്ത്രം ധരിക്കുന്നതിന് നമ്മള് ഫ്രേസൽ വെർബ് രൂപത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്നതാണ് പുട്ടോൺ എന്നാണ് പറയുക. അതുപോലെ തന്നെ ടു ഗെയിൻ വെയിറ്റ്, നമുക്ക് തടി നേടിയെടുക്കാൻ, ഈ തടി വെക്കുക, അങ്ങനെയുള്ള ഒരു സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ പുട്ടോൺ. അപ്പൊ പുട്ടോൺ എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് രണ്ട് സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ടു വിയർ ക്ലോത്ത്സ്, അതായത് വസ്ത്രം ധരിക്കുക എന്നുള്ള ഒരു മീനിങ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ടു ഗെയിൻ വെയിറ്റ്, തടി വെക്കുക അല്ലെങ്കിൽ തടി കൂട്ടുക എന്നുള്ള സെൻസിൽ നമ്മൾ പുട്ടോൺ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഉദാഹരണം നോക്കാം. ആദ്യം വസ്ത്രം ധരിക്കുക എന്നുള്ളതിന്റെ നോക്കാം. ചിൽഡ്രൻ ഡോണ്ട് ലൈക്ക് പുട്ടിങ് ഓൺ woolen clothes even in extreme winter. അതായത് എക്സ്ട്രീം വിന്റർ, അത്രയധികം തണുപ്പ് കാലത്തായ പോലും കുട്ടികൾ എന്ത് ഇഷ്ടപ്പെടുന്നില്ല, കമ്പിളി കൊണ്ടുള്ള വസ്ത്രങ്ങൾ അവര് ഇഷ്ടപ്പെടുന്നില്ല, അത് ധരിക്കാൻ അവര് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ചിൽഡ്രൻ ഡോണ്ട് ലൈക്ക് പുട്ടിങ് ഓൺ woolen clothes even in extreme winter എന്നുള്ളത്. ഇത്രയധികം അതികഠിനമായിട്ടുള്ള തണുപ്പ് വന്നാലും എന്ത് ചെയ്യുന്നില്ല, കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല എന്ത് ധരിക്കാൻ, ഏത് വസ്ത്രം ധരിക്കാൻ, കമ്പിളി കൊണ്ടുള്ള വസ്ത്രം ധരിക്കാൻ അവര് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക. ഇനി നമ്മള് തടി വെക്കുക എന്നുള്ള ഒരു സെൻസിൽ പറയുമ്പോൾ ഷീല ഹാസ് put on so she is not able to be fit in her old dresses. അതായത് ഷീലക്ക് എന്ത് ചെയ്തു, അവൾക്ക് തടി വെച്ചു, അല്ലെങ്കിൽ അവള് വെയിറ്റ് ഗെയിൻ ചെയ്തു. അപ്പൊ അവൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവളുടെ പഴയ വസ്ത്രങ്ങൾ അവൾക്ക് ഫിറ്റ് ആവുന്നില്ല, അവൾക്ക് ധരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവള് ഷീലക്ക് വണ്ണം വെച്ചു, അല്ലെങ്കിൽ തടി കൂടി, അല്ലെങ്കിൽ തടി വെച്ചു. അപ്പൊ അവൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവൾക്ക് സാധിക്കുന്നില്ല. നോട്ട് ഏബിൾ ടു ഫിറ്റ് ഇൻ ഹെയർ ഓൾഡ് ഡ്രസ്സസ്, അവളുടെ ആ പഴയ വസ്ത്രങ്ങള് അവൾക്ക് ഫിറ്റ് ആവുന്നില്ല, കാരണം അവൾക്ക് തടി വെച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിംഗ്വിഷ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിംഗ്വിഷ് എന്നാണ് അതിന്റെ മീനിങ്. അതായത് സാധാരണഗതിയിൽ തീ അണയ്ക്കുക, അല്ലെങ്കിൽ ഈ ലൈറ്റ് ഒക്കെ നമ്മൾ ഓഫ് ചെയ്യില്ലേ, അങ്ങനെയുള്ള ഒരു രീതിയിൽ പറയുന്നതാണ് ഈ പുട്ട് ഔട്ട്. ടു എക്സ്റ്റിംഗ്വിഷ് എന്നുള്ള രീതിയിലാണ് പറയാ. തീ അണയ്ക്കുക, അതുപോലെ തന്നെ ലൈറ്റ് അണയ്ക്കുക, ആ ഒരു സെൻസിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി പുട്ട് ഔട്ട് എന്നുള്ള ഫ്രേസൽ വെർബിന്. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ഉദാഹരണം. അറ്റ് ലാസ്റ്റ് ഫയർഫോഴ്സ് അറൈവ്ഡ് ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ. എന്ത് സംഭവിച്ചു, ഒരു വലിയ തീപിടുത്തം ഉണ്ടായേക്കാണ്. അപ്പൊ ആ തീപിടുത്തം ഉണ്ടായപ്പോ എന്ത് സംഭവിച്ചു, ഫയർഫോഴ്സ് എത്തിച്ചേർന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു, പുട്ട് ഔട്ട് ദ ഫയർ, അവര് ആ പറഞ്ഞ ഇത് എന്ത് ചെയ്തു, അത് അണച്ചു, ആ തീ അണച്ചു. അത് ആളുകൾ കുറെ ശ്രമിച്ചു, പക്ഷെ എന്നിട്ടും സാധിച്ചില്ല. പക്ഷെ അറ്റ് ലാസ്റ്റ് ഫയർഫോഴ്സ് അറൈവ്ഡ് ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ, അവർ ആ തീ അണച്ചു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇനി അതുപോലെ നമുക്കറിയാം ലൈറ്റ് ഓഫ് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞ പുട്ട് ഔട്ട് ഉപയോഗിക്കുന്നത്. ഈ പുട്ട് ഔട്ട് ദ ലൈറ്റ് ഇൻ ദ മോർണിംഗ്, അതായത് അവൻ ആ പ്രഭാതത്തിൽ എന്ത് ചെയ്തു, ആ ലൈറ്റ് അണച്ചു എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ തീ അണയ്ക്കുക അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുക എന്നുള്ള സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഈ പറഞ്ഞ പുട്ട് ഔട്ട്. അതായത് ടു എക്സ്റ്റിംഗ്വിഷ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അതായത് തീ അണയ്ക്കുക അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അത് 19 നമ്മളിനി ഗോ എന്നുള്ള ഒരു ക്രിയ, ഗോ അഥവാ പോകുക എന്നുള്ള മീനിങ്, ആ ഗോ എന്നുള്ള ഉപയോഗിച്ചിട്ടുള്ള ഫ്രേസൽ വെർബാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഗോ ഓഫ് എന്നുവെച്ചാൽ എക്സ്പ്ലോഡ് ആണ്, അതായത് പൊട്ടിത്തെറിക്കുക. ഇപ്പൊ ബോംബൊക്കെ പൊട്ടിത്തെറിക്കുന്ന പറയില്ലേ, അങ്ങനെ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തി പൊട്ടിത്തെറിക്കുക എന്ന് പറയാം. അവിടെ നമുക്ക് ഉപയോഗിക്കാം. ബോംബ് നല്ല പൊട്ടിത്തെറിക്കണമെന്നില്ല, ചില ആളുകൾ പൊട്ടിത്തെറിക്കില്ലേ, ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവര് പൊട്ടിത്തെറിക്കില്ലേ. അപ്പൊ എന്ന് പറയുന്നത് പോലെ ആ ഒരു സെൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഗോ ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇവിടെ ഈ ഗോ എന്ന് പറഞ്ഞ ആ ഒരു ഗോ, അതിന് 3 രൂപങ്ങളാണ് നമുക്ക് ഉള്ളത്. ഗോ നമുക്കറിയാം, അതിന്റെ V2 ഫോമാണ് വെന്റ്, പിന്നെ അതുപോലെ V3 ഫോമാണ് ഗോണ്. അപ്പൊ നമ്മൾ ഈ 3 ഇതും പല അതിന്റെ ആ ടെൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അനുസരിച്ച് ചിലപ്പോൾ ഗോ ആയിരിക്കും, ചിലപ്പോൾ വെന്റ് ആയിരിക്കും, അതുപോലെ തന്നെ ചിലപ്പോൾ ഗോണൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ നമ്മളിവിടെ നോക്കിയേ, ഗോ ഓഫ് എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും അതിന്റെ V1 വെച്ചിട്ട് ആദ്യത്തെ ക്രിയ വെച്ചിട്ടാണ് നമ്മളിത് പറയാം. ചില സാഹചര്യത്തിൽ നമ്മൾ വെന്റ് ഓഫ് എന്ന് പറയും, ചില സാഹചര്യത്തിൽ ഗോൺ ഓഫ് എന്ന് പറയും,
അത് ആ ടെൻസിൽ ഉണ്ടാവുന്ന വേരിയേഷൻ മൂലമാണ് അല്ലെങ്കിൽ ചേഞ്ചസ് വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നമ്മൾ നോക്കണ്ട. നമ്മൾ ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ V1 V2 V3 ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം ഫ്രേസൽ വെർബില് ഇത് ഇങ്ങനെയുള്ള ഈ സാധാരണ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ്പ്ലോഡ് എന്നാണ് കേട്ടോ. അതായത് പൊട്ടിത്തെറിക്കുക, എന്തെങ്കിലും പൊട്ടിത്തെറിക്കുക. നമുക്ക് ഉദാഹരണം നോക്കിയേ. ദ ബോംബ് വെന്റ് ഓഫ് ഇൻ എ ക്രൗഡഡ് സ്ട്രീറ്റ്. അതായത് തിരക്കുള്ള ആ ഒരു പട്ടണത്തില് ആ ബോംബ് എന്ത് സംഭവിച്ചു? അത് പൊട്ടിത്തെറിച്ചു എന്നാണ് പറയാം. അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിക്കുക എന്നുള്ള ഒരു മീനിങ്ങില് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഗോ ഓഫ്. അവിടെ നമ്മള് ഗോയുടെ V2 ഫോം പാസ്റ്റ് ഫോം ആണ്. അതായത് V2 ഫോം വെന്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഗോയ്ക്ക് 3 രൂപങ്ങളാണ്. ഗോ അത് V1 രൂപമാണ്, അതിന്റെ V2 ഫോമാണ് വെന്റ്, അതുപോലെ തന്നെ V3 ഫോമാണ് ഗോൺ എന്നുള്ളത്. അതൊക്കെ നമ്മൾ വേറെ ടെൻസ് എന്നുള്ള ക്ലാസ്സിലെ വെർബ് എന്നുള്ളത് പഠിക്കുമ്പോൾ അതിന്റെ അകത്തൊക്കെ അത് പറയും. അപ്പൊ നമ്മള് തൽക്കാലം ഗോയുടെ V2 ഫോമാണ് വെന്റ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ദ ബോംബ് വെന്റ് ഓഫ് ഇൻ എ ക്രൗഡഡ് സ്ട്രീറ്റ്. അതായത് തിരക്കുള്ള ഒരു പട്ടണത്തിൽ ആ ബോംബ് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗോ ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥം എക്സ്പ്ലോഡ് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കും. അടുത്ത് ഗോ ഡൗൺ, അതായത് ഡിക്രീസ് അല്ലെങ്കിൽ ഡിസെൻഡ്. എന്താണ് ഡിസെൻഡ് എന്ന് പറയാ? നമുക്കറിയാം അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോവുക. ഡിസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് വരിക. നമ്മുടെ ആ പടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഗോ ഡൗൺ എന്ന് പറഞ്ഞാൽ കുറയുക അല്ലെങ്കിൽ താഴേക്ക് വരിക എന്നുള്ള ഒരു മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഗോ ഡൗൺ എന്നുള്ളത് കേട്ടോ. ഡിക്രീസ് അല്ലെങ്കിൽ ഡിസെൻഡ് എന്നുള്ളതാണ് കേട്ടോ. അതായത് കുറയുക അല്ലെങ്കിൽ കീഴ്പോട്ട് പോരുക എന്നുള്ളതാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. ദ പ്രൈസ് ഓഫ് ഓയിൽ ഈസ് ഗോയിങ് ഡൗൺ. അതായത് ആ ഓയിലിന്റെ എണ്ണവില എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരികയാണെന്ന്, താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറയുകയാണ് എന്നാണ്. ഇപ്പൊ നമുക്കറിയാം ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഈ എണ്ണ വിലയൊക്കെ കുറയ്ക്കും, എല്ലാ വസ്തുക്കളുടെയും വിലയൊക്കെ കുറയ്ക്കുമല്ലോ ഗവൺമെന്റ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ദ പ്രൈസ് ഓഫ് ഓയിൽ ഈസ് ഗോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ ആ എണ്ണയുടെ വില കീപ്പോട്ട് പോരുന്നു, അതായത് എണ്ണയുടെ വില കുറയുന്നു എന്നുള്ള സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഗോ ഡൗൺ അല്ലെങ്കിൽ എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് അല്ലെങ്കിൽ ഡിസെൻഡ് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് കുറയുക എന്നുള്ളത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഗോ എവേ. ഗോ എവേ അതായത് ഡിപ്പാർട്ട്, യാത്ര പുറപ്പെടുക എന്നുള്ളതാണ്. ഗോ എവേ എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥം എന്ത് ചെയ്യുന്നു? ഡിപ്പാർട്ട് അല്ലെങ്കിൽ യാത്ര പുറപ്പെടുക എന്നുള്ളതാണ്. They have gone away for a few days. So, അവര് എന്ത് ചെയ്തു? യാത്ര പുറപ്പെട്ടു പോയി കുറച്ചു ദിവസത്തേക്ക്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഗോ വെന്റ് ഗോൺ. അപ്പൊ ആ ഗോ എന്നുള്ളതിന്റെ വരുമ്പോൾ അവിടെ ചിലപ്പോൾ വെന്റ് വരാം. അത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ വെന്റ് വരാം. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ വരികയാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഗോൺ എന്ന് പറഞ്ഞ ക്രിയയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഗോ വെന്റ് ഗോൺ എന്നുള്ളതാണ് അതിന്റെ 3 രൂപങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഗോ എവേ എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ഡിപ്പാർട്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ യാത്ര പുറപ്പെടുക എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണം ദേ ഹാവ് ഗോൺ എവേ ഫോർ എ ഫ്യൂ ഡേയ്സ്. അതായത് അവര് കുറച്ച് ദിവസങ്ങളായിട്ട് അവര് യാത്ര പുറപ്പെട്ടു പോയി എന്നുള്ളതാണ് അവിടെ മീനിങ് ആയിട്ട് വരിക. നമുക്ക് അടുത്ത ഒരു ഫ്രേസൽ വെർബ് പരിചയപ്പെടാം. ഗോ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ഗോ ഫോർ എന്താണത്? അറ്റാക്ക്, ആക്രമിക്കുക. ആരെങ്കിലും ആക്രമിക്കുന്നതിന് നമ്മൾ പറഞ്ഞ ഫ്രേസൽ വെർബാണ് എന്ത്? ഗോ ഫോർ എന്നുള്ളത്. അപ്പൊ ഗോ ഫോർ എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ട് അതിന്റെ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് എന്നാണ്, ആക്രമിക്കുക. നമുക്ക് നോക്കാം, ഉദാഹരണം നോക്കാം. ഷീ വെന്റ് ഫോർ ഹിം വിത്ത് എ നൈഫ്. ഒരു കത്തി ഉപയോഗിച്ച് അവനെ ആക്രമിക്കാൻ തുടങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ ഒരു വടി. നമ്മളിവിടെ പണത്തിന് വടിയാണ്, കത്തിയല്ല. അപ്പൊ ഷീ വെന്റ് ഫോർ ഹിം വിത്ത് എ നൈഫ് കേട്ടോ. ഒരു കത്തി ഉപയോഗിച്ച് അവൾ എന്ത് ചെയ്തു? അവനെ ആക്രമിച്ചു എന്നാണ് അവിടെ ഉദ്ദേശിക്കുക. അപ്പൊ അവിടെ ഗോയുടെ V2 ഫോമാണ്. അത് ഓൾറെഡി കഴിഞ്ഞു, പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ വെന്റ് എന്നുള്ള ഇത് ഉപയോഗിച്ചേക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഷീ വെന്റ് ഫോർ ഹിം വിത്ത് എ നൈഫ് എന്നുള്ളതാണ്. അതായത് ഗോ ഫോർ, അതായത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഗോ ഫോർ എന്നുള്ള ഫ്രേസൽ വെർബിന്റെ അർത്ഥം അറ്റാക്ക് അല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഷീ വെന്റ് ഫോർ ഹിം വിത്ത് എ നൈഫ് അവിടെ, അല്ലെങ്കിൽ ഷീ ഗോൺ ഫോർ ഹിം വിത്ത് എ നൈഫ് എന്ന് പറഞ്ഞാലും ഒക്കെ ശരിയാണ്. അല്ലെങ്കിൽ ഷീ ഗോ ഫോർ ഹിം വിത്ത് എ നൈഫ് എന്നൊക്കെ പറയാൻ വേണ്ടി അതൊക്കെ കറക്റ്റ് ആണ്. 3 ടെൻസ് മാറുന്നതിനനുസരിച്ച് മാറി വരുന്നതാണ് ഗോ വെന്റ് ഗോൺ എന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗോ ത്രൂ ആണ്. അതായത് ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗോ ത്രൂ എക്സാമിൻ അല്ലെങ്കിൽ പരിശോധിക്കുക, അല്ലെങ്കിൽ എന്താണ്? കടന്നു പോവുക. നമ്മൾ ചില സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകൂലേ, ചില മോശം സാഹചര്യത്തിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകൂലേ. അപ്പൊ അങ്ങനെ കടന്നു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പരിശോധിക്കുക
അതിനാണ് ഇപ്പൊ ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കില്ലേ, അതുപോലെ നമ്മൾ ചില പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കില്ലേ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പരിശോധിക്കുക അല്ലെങ്കിൽ കടന്നു പോവുക എന്നുള്ള ഒരു സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഗോ ത്രൂ എന്നുള്ളത്. അപ്പൊ പരിശോധിക്കുക അല്ലെങ്കിൽ കടന്നു പോവുക എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് ഗോ ത്രൂ എന്നുള്ളത്. അതിന്റെ മീനിങ് എന്നുള്ളത് എക്സാമിൻ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഹി വാസ് ഗോയിങ് ത്രൂ വെരി ഡിഫിക്കൽട്ട് ടൈം. അദ്ദേഹം എന്ത് ചെയ്തു, വളരെ മോശമായ ഒരു സമയത്തൂടെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കേട്ടോ. അപ്പൊ ഹി വാസ് ഗോയിങ്, കടന്നു പോയിക്കൊണ്ടിരുന്നു, അതായത് ഹി വാസ് ഗോയിങ് ത്രൂ വെരി ഡിഫിക്കൽട്ട് ടൈം, വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഗോ ത്രൂ എക്സാമിനാണ്. നമുക്ക് അടുത്ത നോക്കാം, ഗോ അപ്പ്. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൈസ്, അതായത് ഉയരുക. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ്, അതായത് ഉയരുക എന്നുള്ളതാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഈസ് ഗോയിങ് അപ്പ്, അതായത് പച്ചക്കറിയുടെ വില എന്ത് സംഭവിക്കുന്നു, അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വർദ്ധിക്കുകയാണെന്ന് പറയാം. അപ്പൊ ഗോ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് റൈസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉയരുക എന്നുള്ളതാണ് കേട്ടോ. അതിന് ഉദാഹരണം ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഈസ് ഗോയിങ് അപ്പ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ഫ്രേസൽ വെർബ് നോക്കാം. അടുത്ത നമ്മൾ കോൾ എന്നുള്ളത്. അപ്പൊ ഗോ എന്നുള്ള ക്രിയയുടെ ഫ്രേസൽ വെർബ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് നമ്മൾ ഏറെക്കുറെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കോള് എന്നുള്ളതാണ് കേട്ടോ. കോൾ എന്നുള്ള വെർബ്. അപ്പൊ അടുത്ത് കോൾ എന്നുള്ള ക്രിയയുടെ നമുക്ക് നോക്കാം. കോൾ ഓൺ കേട്ടോ. കോൾ ഓൺ വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് കോൾ ഓൺ. വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുക അല്ലെങ്കിൽ ഒരാളെ സന്ദർശിക്കുക, അതിനാണ് നമ്മൾ കോൾ ഓൺ എന്ന് പറയാം. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വിസിറ്റ് എ പേഴ്സൺ ആണ്. അപ്പൊ കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുക. നമ്മൾ ചില വ്യക്തികളെ സന്ദർശിക്കാൻ പോകാറില്ലേ, ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ സന്ദർശിച്ചു എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഈ പറഞ്ഞ കോൾ ഓൺ എന്നുള്ളത്. അപ്പൊ കോൾ ഓൺ എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് വിസിറ്റ് എ പേഴ്സൺ ആണ്, അതായത് ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് കോൾ ഓൺ എന്നുള്ളത്. നമുക്ക് ഉദാഹരണം നോക്കാം. ഐ ആം ലീവിംഗ് ഏർലി ടുമാറോ ടു കോൾ ഓൺ എ ഫ്രണ്ട്. ഞാൻ നാളെ രാവിലെ വളരെ നേരത്തെ പുറപ്പെടും. എന്തിനു വേണ്ടിയിട്ടാ, കോൾ ഓൺ എ ഫ്രണ്ട്, എന്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ രാവിലെ നേരത്തെ എന്ത് ചെയ്യും, പുറപ്പെടും. അപ്പൊ കോൾ ഓൺ എന്നുള്ള വാക്കിന്റെ ആ ഫ്രേസൽ വെർബിന്റെ മീനിങ് വിസിറ്റ് എ പേഴ്സൺ ആണ്, അതായത് ഒരു വ്യക്തിയെ ഒരാളെ സന്ദർശിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് കോൾ ഓൺ. ഫോർ എക്സാമ്പിൾ, ഐ ആം ലീവിംഗ് ഏർലി ടുമാറോ ടു കോൾ ഓൺ എ ഫ്രണ്ട്. എന്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ നാളെ രാവിലെ എന്ത് ചെയ്യും, നേരത്തെ പുറപ്പെടും, അല്ലെങ്കിൽ നേരത്തെ യാത്രയാകും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോൾ ഓൺ എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് മനസ്സിലാക്കി വെച്ചിരിക്കാം, വിസിറ്റ് എ പേഴ്സൺ ആണ്, ഒരാളെ സന്ദർശിക്കും. അടുത്ത് കോൾ അറ്റ് ആണ്. കോൾ അറ്റ്, അത് ഇതും ഒരു സന്ദർശനമാണ്, പക്ഷെ ഒരു വ്യക്തിയെ അല്ല, ഒരു സ്ഥലം സന്ദർശിക്കുക എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലാക്കി വെച്ചേക്കാം. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുക എന്നുള്ളതും, അതുപോലെ കോൾ അറ്റ് എന്നുള്ളത് ഒരു സ്ഥലം സന്ദർശിക്കുക. നമ്മള് പല സ്ഥലങ്ങളിലേക്ക് പോവാറില്ലേ, മൂന്നാറ്, അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവാറുണ്ട്. അപ്പൊ ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് കോള് അറ്റ് എന്നുള്ളത്. അതുപോലെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരാളെ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കോൾ ഓൺ എന്നുള്ള ഫ്രേസൽ വെർബാണ് ഉപയോഗിക്കാതെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. കോൾ അറ്റ് എന്നുള്ളത് വിസിറ്റ് പ്ലേസ് ആണ്, അതായത് ഒരു സ്ഥലം സന്ദർശിക്കുക എന്നുള്ളതാണ് കോൾ അറ്റ്. നമ്മൾ അറ്റ് പ്ലേസ് അല്ലേ, അറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ അറ്റ് എന്താ പറയാ, അറ്റ് എറണാകുളം, അങ്ങനെ നമ്മള് ഒരു സ്ഥലത്ത് പറയുമ്പോൾ നമ്മൾ അറ്റ് പ്ലേസ് എന്നല്ലേ പറയാ. അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി, കോൾ അറ്റ്, കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, അല്ലെങ്കിൽ ഒരു സ്ഥലം സന്ദർശിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം നോക്കുക. ഷീല വിൽ കോൾസ് അറ്റ് മുംബൈ ടുമാറോ. ഷീല നാളെ എവിടെ പോകും, മുംബൈ സന്ദർശിക്കാൻ പോവാ, അല്ലെങ്കിൽ മുംബൈക്ക് പോവാണ്. അപ്പൊ അവിടെ മുംബൈ എന്നുള്ള സ്ഥലമായതുകൊണ്ട് നമ്മളവിടെ കോൾ ഓൺ ഉപയോഗിക്കരുത്, കോൾ അറ്റായിരിക്കണം ഉപയോഗിക്കുക. ഇനി ഷീല വേണമെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ കാണാൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കോൾ ഓൺ എന്നാണ് കേട്ടോ. അപ്പൊ അവിടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയാണ്, മുംബൈ എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ കാണാൻ പോകുമ്പോൾ കോൾ ഓൺ ഉപയോഗിക്കുക. അതുപോലെ ഒരു സ്ഥലം സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ കോൾ അറ്റ് ഉപയോഗിക്കുക. അത് പരസ്പരം മാറി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തൊരു ഫ്രേസൽ വെർബ് നോക്കാം. അടുത്ത കോൾ ഓഫ്. എന്താണ് കോൾ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്?
ക്യാൻസൽ ചെയ്യുക, റദ്ദാക്കുക. നമുക്കറിയാം ട്രെയിനൊക്കെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോൾ ഒത്തിരി ട്രെയിനുകൾ പുറകെ വരുന്ന ഒത്തിരി ട്രെയിനുകൾ എന്ത് ചെയ്യും, അവര് കോൾ ഓഫ് ചെയ്യുന്നതാണ് പറയാ. എന്ത് ചെയ്യും, കോൾ ഓഫ് ചെയ്യും. നമ്മള് എന്താ പറയാ, അവിടെ ഈ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും കോൾ ഓഫ്, ഇന്ന ട്രെയിനൊക്കെ കോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് കോൾ ഓഫ് ഉദ്ദേശിക്കുന്നത്? ക്യാൻസൽ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഒരു വാക്കാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുക. കോൾ ഓഫ് എന്നുള്ള ഒരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കാം. ഏതൊക്കെയോ ട്രെയിൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിസ്റ്റ് താഴെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ കോൾ ഓഫ് എന്നുള്ള ഫ്രേസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ക്യാൻസൽ അല്ലെങ്കിൽ റദ്ദാക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെയാണ്. നോക്കിയേ, ഉദാഹരണം നോക്കിയേ. They have called off their engagement. They have called off their engagement. അവരുടെ ആ എൻഗേജ്മെന്റ്, ആ വിവാഹ നിശ്ചയം അവര് കോൾഡ് ഓഫ് ചെയ്തു, അത് റദ്ദാക്കി, അത് വേണ്ടാന്ന് വെച്ചു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർ എന്ത് ചെയ്തു? They have called off their engagement. അവരുടെ എൻഗേജ്മെന്റ്, ആ വിവാഹ നിശ്ചയം എന്നുള്ള കാര്യം അവർ വേണ്ടാന്ന് വെച്ചു. അതാണ് അവിടെ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ റദ്ദാക്കി, ക്യാൻസൽ ആക്കി, അതാണ് ഉദ്ദേശിക്കുക. അപ്പൊ കോൾ ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ക്യാൻസൽ അല്ലെങ്കിൽ റദ്ദാക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ഫ്രേസൽ വെർബ് നോക്കാം. കോളപ്പ്. കോളപ്പ് എന്താണ്? കോളപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോളപ്പ്? സമൻ. സമൻ എന്ന് പറഞ്ഞാൽ എന്താ? വിളിച്ചു ചേർക്കുക. നമുക്കറിയാം കോടതിയിലൊക്കെ നമുക്ക് സമൻസ് അയക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും സമൻസ്. ഏതെങ്കിലും ഒരു പ്രതിനെയൊക്കെ വിളിച്ച് അവിടെ കോടതിയിലേക്ക് വിളിപ്പിക്കുന്നത്, ആ വിളിപ്പിക്കുന്നതിന് പറഞ്ഞൊരു പദമാണ് സമൻ. സമൻസ് എന്നാണ് അതിന് നമ്മൾ പറയാം. അപ്പൊ സമൻ, സമൻ എന്താണ്? ആ കോളപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് ടു സമൻ എന്നാണ്, അതായത് വിളിക്കുക അല്ലെങ്കിൽ വിളിച്ചു ചേർക്കുക. നമുക്ക് ഉദാഹരണം നോക്കാം. They have called up more than 2000 soldiers. എന്തോ ഒരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യം വന്നപ്പോ എന്ത് ചെയ്തു? 2000 പട്ടാളക്കാരെ അവര് വിളിച്ചു ചേർത്തു അല്ലെങ്കിൽ വിളിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? യുദ്ധം ഉണ്ടാവുമ്പോ ഒത്തിരി പട്ടാളക്കാരെ ആവശ്യമുണ്ടല്ലോ ജോലിയെ. അപ്പൊ ഒരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിൽ they have called up more than 2000 soldiers, അതായത് 2000-ഓളം പട്ടാളക്കാരെ അവര് വിളിപ്പിച്ചു അല്ലെങ്കിൽ വിളിച്ചു ചേർത്തു അല്ലെങ്കിൽ കൂട്ടി വരുത്തി എന്നൊക്കെയാണ് അവർ ഉദ്ദേശിക്കുക. അപ്പൊ കോളപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു സമൻ അല്ലെങ്കിൽ വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ്. അതിന് ഉദാഹരണം they have called up more than 2000 soldiers എന്നുള്ളതാണ്. മനസ്സിലാക്കി വെച്ചിരിക്കുക. കോളപ്പ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? വിളിക്കുക അല്ലെങ്കിൽ വിളിച്ചു ചേർക്കുക. ടു സമൻ എന്നുള്ളതാണ്. അപ്പൊ സമൻ എന്നുള്ള വാക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ഫ്രേസിൽ നമുക്ക് നോക്കാം. അടുത്ത ബ്രിങ് ആണ്. അപ്പൊ കോൾ എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ടതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രിങ് അപ്പ്. അടുത്ത ബ്രിങ് എന്നുള്ള ആ ഒരു ക്രിയയുടെ അല്ലെങ്കിൽ ആ ഒരു വെർബിന്റെ ഫ്രേസൽ വെർബ് നോക്കാം. ആദ്യം നമുക്ക് ബ്രിങ് അപ്പ് എന്താന്ന് നോക്കാം. എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ ചിൽഡ്രൻ, അതായത് കുഞ്ഞുങ്ങളെ വളർത്തുക, കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുക. നമുക്കുണ്ടാവുന്ന മക്കളെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരില്ലേ? അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിനെയൊക്കെ നമ്മൾ വളർത്തില്ലേ? നായ്ക്കളെയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വളർത്തില്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഒരു വസ്തുവിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിനെയോ ഇതിനെയൊക്കെ നമ്മൾ പോറ്റി സംരക്ഷിച്ച് വളർത്തുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബ്രിങ് അപ്പ് എന്ന് പറയാ. അപ്പൊ എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിനെ നമ്മൾ അതിനെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരിക, ആ ഒരു സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രിങ് അപ്പ്. അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം. He was brought up by his uncle. അവനെ ആരാ വളർത്തിക്കൊണ്ടുവന്നത്? അവന്റെ അമ്മാവനാണ്. അവന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് അവന്റെ അമ്മാവനാണ് അവനെ എന്ത് ചെയ്തത്? അവനെ പോറ്റി വളർത്തിയത് അല്ലെങ്കിൽ അവനെ വളർത്തിക്കൊണ്ട് വന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ബ്രിങ്ങിന്റെ പാസ്റ്റ് ഫോമാണ് ഈ ബ്രോട്ട് കേട്ടോ. ബ്രിങ് ബ്രോട്ട് എന്നാണ് അത് പറയാ. അപ്പൊ ഇവിടെ നമ്മള് പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ബ്രോട്ട് എന്ന് വന്നേക്കുന്നത്. അപ്പൊ ബ്രിങ്ങിന്റെ പാസ്റ്റ് ഫോമാണത്, അതായത് V2 ഫോമാണ് ബ്രോട്ട്. V2 V3 ബ്രോട്ട് തന്നെയാണ്. അപ്പൊ ബ്രിങ് ബ്രോട്ട്. അപ്പൊ ആ ബ്രിങ് അപ്പ് എന്നുള്ളതിന്റെ മീനിങ് പോറ്റി വളർത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കി വെച്ചത്. നമുക്ക് അടുത്ത ഒരു ഫ്രേസ് നമുക്ക് പരിചയപ്പെടാം. അടുത്ത ബ്രിങ് അബൌട്ട്. എന്താണ് ബ്രിങ് അബൌട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? കോസ് ടു ഹാപ്പൻ. എന്തോ സംഭവിക്കാൻ കാരണമായി തീരുക. ചില കാര്യങ്ങൾ സംഭവിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ കാരണമായി തീരുക എന്നുള്ള സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രിങ് അബൌട്ട് എന്നുള്ളത് കേട്ടോ. നമുക്ക് ഉദാഹരണം പറയുമ്പോഴാണ് അത് കുറച്ചുകൂടി ഒരു വ്യക്തതയോടെ മനസ്സിലാവുള്ളൂ. He brought about his company's collapse by his reckless spending. അവന്റെ തോന്നിയതുപോലെയുള്ള ആ ചെലവാക്കൽ മൂലമാണ് എന്ത് സംഭവിച്ചത്? അവന്റെ ആ കമ്പനി ജലം പരിശായത് അല്ലെങ്കിൽ നാശം. അവന്റെ കമ്പനി തകർന്നു പോകാനുള്ള കാരണം എന്താണ്? ആ കമ്പനി തകരുവാൻ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? അവന്റെ റെക്ലെസ് സ്പെൻഡിങ് ആണ്. അവന്റെ തോന്നിയതുപോലെയുള്ള ആ ചെലവഴിക്കൽ മൂലമാണ് എന്ത് സംഭവിച്ചത്? അവന്റെ ആ കമ്പനി തകരാനായിട്ട് സംഭവിച്ചിട്ട്. അപ്പൊ അവന്റെ ആ തോന്നിയതുപോലെയുള്ള ആ ഒരു ചെലവഴിക്കല് അതുമൂലമാണ് ആ കമ്പനി തകരാനുള്ള അല്ലെങ്കിൽ ആ കമ്പനി തകരുക എന്നുള്ള ആ സംഭവം
സംഭവിക്കാനുള്ള കാരണം അവന്റെ റെക്ലസ് സ്പെൻഡിങ് ആണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ കാരണം എന്തെങ്കിലും ആവുക എന്നുള്ളതിന് നമ്മൾ പറയുന്ന ഒരു സെൻസിൽ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ ഈ ബ്രോട്ട് അബൌട്ട് എന്നുള്ളത്. അപ്പൊ ഈ ബ്രോട്ട് അബൌട്ട് ഹിസ് കമ്പനീസ് കൊളാപ്സ് ബൈ ഹിസ് റെക്ലസ് സ്പെൻഡിങ്. ഇപ്പൊ നമ്മൾ ഏകദേശം 30 ഫ്രേസൽ വെർബ് നമ്മൾ പറഞ്ഞു.